ശ്രീ ജെ.ആർ. പത്മകുമാർ, ഈ എല്ലാം സ്വകാര്യമാക്കാനുള്ള ഇടത് നയ വ്യതിചലനം അതൊരു പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ചർച്ചാ വിഷയമാക്കിയ ഒരു വിഷയമാണ്. ഈ ബജറ്റിൽ അത് പ്രകടമായി ഉണ്ട് താനും. ഇനി നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് നവകേരള സദസ്സും കേരളീയത്തിനുമായി അനുവദിച്ച ബജറ്റിലെ തുക കൂടിയാണ്. നമ്മൾ തുടക്കം മുതലേ ചർച്ച ചെയ്തൊരു കാര്യമാണ് നയ വ്യതിയാനം. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇത് നേരത്തെ ആകാമായിരുന്നു എന്നുള്ളതാണ്. എങ്കിൽ ഈ നമ്മുടെ സംസ്ഥാനം ഇത്ര തൊഴിലില്ലായ്മയുടെ ഇത്ര രൂക്ഷമായ ഒരവസ്ഥയിലേക്ക് പോകില്ലായിരുന്നു. നമ്മുടെ വികസനത്തെ, അടിസ്ഥാന പശ്ചാത്തല വികസനത്തെ വളരെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. നമ്മുടെ ആരോഗ്യ മേഖല, ഇവരെല്ലാവരും പറയും ഏറ്റവും വലിയ ധനമന്ത്രിയുടെ പ്രസ്താവനയിലും കണ്ടു ആരോഗ്യ സംരക്ഷണം ഏറ്റവും. പക്ഷേ ഇവിടുന്ന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ രാഷ്ട്രീയ നേതാക്കന്മാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ വിദേശത്ത് പോയി ചികിത്സിക്കുന്നത്. ഈ ആരോഗ്യ മേഖലയുടെ മെച്ചം ഇവിടുത്തെ സാധാരണക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഇവർ പറയുന്ന രീതിയിലാണെങ്കിൽ അവർ ചികിത്സിക്കാൻ വിധിക്കപ്പെട്ടത് ഇവിടെ മാത്രമേ ഉള്ളൂ. ബാക്കി ഇവരെല്ലാം മറ്റു സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ മേഖലകളിലുണ്ടായ വീഴ്ചകളെല്ലാം, പുരോഗതി ഇല്ലായ്മ വളരെ നേരത്തെ പരിഹരിക്കപ്പെടുമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബഹുമാനായ സംസ്ഥാന പ്രസിഡന്റ് BJPയുടെ പറഞ്ഞ ഈ സ്വകാര്യവൽക്കരണത്തിനെതിരായി ഇവർ സത്യത്തിൽ TP ശ്രീനിവാസൻ സാറിനോട് ഒരു മാപ്പ് പറയണം, ഖേദമെങ്കിലും പ്രകടിപ്പിക്കണം. അതേപോലെ ഒരു 5-6 ചെറുപ്പക്കാരെ അവരുടെ ജീവിതം നശിപ്പിച്ചു. ഇന്നും ജീവച്ഛവമായി സഹാവ് പുഷ്പൻ ഇന്നും ഇതിൻ്റെ പ്രതീകമായിട്ട് ജീവിക്കുന്നുണ്ട്. രാഷ്ട്രീയ ഇവരുടെ ഈ നിലപാടുകളുടെ വൈരുദ്ധ്യത്തിൻ്റെ രക്തസാക്ഷിയായി ഇന്നും അദ്ദേഹം ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ടവിടെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒന്ന് മാപ്പ് പറയണം. അന്ന് നിങ്ങൾക്കറിയാമല്ലോ, സ്വകാര്യ മേഖല, സ്വാശ്രയ മേഖലയിലൊരു സഹകരണ മേഖലയിൽ സ്വാശ്രയ എഞ്ചിനീയറിംഗ് സഹകരണ മേഖലയിൽ തുടങ്ങാൻ പോയതിനെതിരായിട്ട് നടത്തിയ സമരമാണ് കേരളത്തിലെ DYFI നടത്തിയ സമരമാണ് ചെറുപ്പക്കാരുടെ ജീവനും ഇന്നും ഒരാൾ ജീവച്ഛവമായി ഇരിക്കുന്നത്. ഇപ്പോൾ അന്ന് ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് മനസ്സിലാക്കുകയും വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ എല്ലാ മേഖലയിലും സ്വകാര്യവൽക്കരണം, ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ടൂറിസം മേഖലയിലെല്ലാം വലിയ രീതിയിലുള്ള VIP ലോഞ്ചുകൾ, ഈ ടൂറിസം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞല്ലോ. ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാത്തിനും സ്വകാര്യ നിക്ഷേപകരെ കണ്ടെത്തുകയോ അവർക്ക് ലീസിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അവരെ പങ്കാളിത്തത്തോടുകൂടി ചെയ്യാനാണ് പോകുന്നത്. ഗവൺമെൻറ് അല്ല ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഇതെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുകയും അണികളെ കൊണ്ട് അദാനിക്കെതിരായും മറ്റേ നമ്മുടെ അംബാനിക്കെതിരായിട്ട് സമരവും മുദ്രാവാക്യം വിളിച്ച് വലിയ ആവേശത്തോടു കൂടി മനുഷ്യച്ചങ്ങലയൊക്കെ പിടിപ്പിക്കുകയും മറ്റ് വികസന പ്രവർത്തനങ്ങളെല്ലാം ഇനിയിപ്പോൾ അവരെ കൊണ്ട് തന്നെ നടത്തുകയും ചെയ്യും എന്നുള്ളതാണ്. പോളിസി മാറ്റം നല്ലതാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ തന്നെ സംസ്ഥാനത്ത് നിന്ന് എത്രയോ ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്. ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല എന്നുള്ളൊരു പേരുദോഷം നമുക്കുണ്ട്. ഒന്ന്, ഇൻഫ്രാസ്ട്രക്ചറിന് അനുകൂലമായൊരു സാഹചര്യമില്ല, ഫിനാൻഷ്യൽ സഹായമില്ല, മറ്റ് രീതിയിലുള്ള സഹായങ്ങളില്ല. അപ്പോൾ അതിനെ മാറ്റം വരുത്തി മുന്നോട്ട് കൊണ്ടുവരുന്നത് നല്ലതാണ്, സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്കാണ്. ഇപ്പോഴെങ്കിലും ഈ നല്ല ബുദ്ധി തോന്നിയതിൽ ഞാൻ അഭിനന്ദിക്കുന്നു.